മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന്റെ മറവിൽ ആനുകൂല്യങ്ങൾ നൽകാതെ എസ്റ്റേറ്റ് ലയങ്ങൾ ഒഴിപ്പിക്കാനുള്ള തോട്ടം ഉടമകളുടെ നീക്കത്തിനെതിരെ തൊഴിലാളികൾ രംഗത്ത്. താമസിക്കുന്ന ലയങ്ങൾ ഒഴിയണമെന്ന് കാണിച്ച് എൽസ്റ്റൺ മാനേജ്മെന്റാണ് നോട്ടീസ് നൽകിയത്. സർവീസ് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സ് ഒഴിയില്ല എന്ന നിലപാടിലാണ് തൊഴിലാളികൾ. ദുരന്തബാധിതരുടെ പുനരധിവാസ പാക്കേജിന്റെ ഭാഗമായി എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ പുരോഗമിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് അനുവദിക്കപ്പെട്ട ലയങ്ങൾ 2 ദിവസത്തിനുള്ളിൽ കമ്പനിയെ തിരികെ ഏൽപ്പിക്കണമെന്നുമാണ് നോട്ടീസിലുള്ളത്. 50ഓളം തൊഴിലാളി കുടുംബങ്ങളാണ് നിലവിൽ ടൗൺഷിപ്പിനായി ഏറ്റെടുക്കുന്ന പുൽപ്പാറ ഡിവിഷനിൽ താമസിക്കുന്നത്. കുറച്ചുപേർക്ക് മാത്രമേ മറ്റിടങ്ങളിൽ ഭൂമിയും വീടുമുള്ളൂ. നോട്ടീസ് ലഭിച്ചതോടെ ഇനി എങ്ങോട്ട് പോകണമെന്ന ആശങ്കയിലാണ് കുടുംബങ്ങൾ. വർഷങ്ങളായി തൊഴിൽ ചെയ്ത തങ്ങൾക്ക് സർവീസ് ആനുകൂല്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ വീട് ഒഴിഞ്ഞു നൽകൂവെന്ന് തൊഴിലാളികൾ പറയുന്നു. പൈസ കിട്ടിയാൽ ഞങ്ങളപ്പോൾ ഒഴിയും. അപ്പോൾ ഞാൻ തന്നവരോട് ഞാൻ പറഞ്ഞത് ഞങ്ങൾ 8 കൊല്ലമായി വല്ല പിന്നാലെ നടക്കണം. ഇയാൾ വെറുതെ പറയും, എപ്പോഴും പറയും കേസ് പിന്നൊരുക്കി. കേസ് പിന്നൊഴിച്ചാൽ നമുക്ക് രേഖയില്ലല്ലോ. പിന്നെന്താ രേഖയുള്ളത്? അപ്പോൾ 8 കൊല്ലം നിങ്ങൾ കാശ് പിന്നെ വിളിച്ചിട്ട് വന്നോളി. ബിസിനസ് വിളിച്ചവർക്കൊന്നും കൊടുത്തിട്ടില്ല, ചായൻ്റെ പൈസ കൊടുത്തിട്ട് നിർത്തിക്കുക. പൈസ തന്നാൽ പിന്നെ റൂമുണ്ട്, റൂം കഴിഞ്ഞിരുന്നാണ്. ഈ ദുരന്തബാധിതരോട് താമസിപ്പിക്കുന്നതിൽ അതിനൊന്നും നമുക്ക് എതിർപ്പില്ല. നമ്മളെ പോലത്തെ ലെവലിൽ ജീവിക്കാണ്ടോ അവിടെ, അതിന് നമുക്ക് എതിർപ്പൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് തൊഴിലാളികളെ ആനുകൂല്യങ്ങൾ എല്ലായിടത്തും കൊടുക്കണം. കാരണം കുറേ ആൾ കുറേ കാലം ജോലി ചെയ്തവരുണ്ട്. മരിച്ചു പോയാലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അവർക്കൊക്കെ ചെല്ലുമ്പോൾ ഭീഷണിപ്പെടുത്തുക മക്കളെ. പിന്നെ മരിച്ചു പോയാലൊക്കെ ചിലർക്ക് റൂമുണ്ടെങ്കിലും മക്കൾ ആണ് താമസിക്കണം. അവർക്ക് സ്ഥലവും വീടും ഇല്ലാത്തവരും ഉണ്ട്. അവർക്കപ്പോൾ അപ്പോൾ അതുകൊണ്ട് എവിടേക്കാ പോകാന്നുള്ള ഒരുക്കെ പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ഈ മുതലാളിക്കൊരു സ്വഭാവമുണ്ട്, തരാമെന്ന് വേഗം പറയും, പക്ഷേ അപ്പം തന്നെ അറിയും. ഭൂമി ഏറ്റെടുക്കുമ്പോൾ സർക്കാരിൽ നിന്നും ലഭിക്കുന്ന നഷ്ടപരിഹാര തുകയിൽ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കുമെന്നും നോട്ടീസിലുണ്ട്. എന്നാൽ വർഷങ്ങളായി ശമ്പളം കുടിശ്ശികയാക്കിയ മാനേജ്മെന്റിനെ ഇനി വിശ്വാസമില്ലെന്നും തൊഴിലാളികൾ പറയുന്നു. മാനേജ്മെന്റ് നിലപാടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം. അമൃത ന്യൂസ്, വയനാട്.